ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ലോഗ്. അപ്പോൾ ഇന്നത്തേത് ഈ വർഷത്തെ കുട്ടികളുടെ ബാക്ക് ടു സ്കൂൾ വീഡിയോ ആണ്. അതിൻ്റെ എല്ലാ പ്രിപ്പറേഷൻസും ഷോപ്പിങ്ങും എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു കൊച്ചു വീഡിയോ ആണ്. അപ്പോൾ ഇത് ഒരു ദിവസം എടുത്തതല്ല, പല ദിവസങ്ങളായിട്ടെടുത്ത എല്ലാ വീഡിയോ ക്ലിപ്പുകളും കൂടി ഒന്നിച്ചാക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നീടത്തേക്കും ഇപ്പോൾ ഞാൻ ഇതിന് മുന്നത്തെ 2021 22 എല്ലാം ഞാനിതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. നമുക്ക് അന്നത്തെ ഓരോ കാര്യങ്ങളും അത് മക്കൾക്ക് ഭാവിയിൽ കാണുമ്പോഴും അതൊരു സന്തോഷമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബാക്ക് ടു സ്കൂൾ വീഡിയോ തന്നെ ഞാൻ എല്ലാ ക്ലിപ്പും കൂടെ ചേർത്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് പോയത് ഞങ്ങൾ ബാഗ് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളിങ്ങനെ എല്ലാ വർഷവും ബാഗ് വാങ്ങാറില്ല, പക്ഷേ കഴിഞ്ഞ തവണ മേടിച്ച ബാഗ് കുറച്ച് ചെറുതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് വേറെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ കാറ്റഗറീസ് അങ്ങനെയുള്ളതിനൊക്കെ എടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഈ വർഷം അവർക്ക് 2 പേർക്കും പുതിയ ബാഗ്, ടിഫിൻ ബോക്സ്, ലഞ്ച് ബോക്സ് എല്ലാം പുതിയത് വാങ്ങാമെന്ന് ഓർത്തു. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ ആദ്യം തന്നെ ലുലുവിലാണ് വന്നത്. അപ്പോൾ ലുലുവിൽ ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പല വെറൈറ്റി ബാഗുകളും എല്ലാം നല്ല ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ജോഫ്കുട്ടിന് ആദ്യം തന്നെ പറഞ്ഞായിരുന്നു അവന് മോട്ടു പത്ലുവിൻ്റെ തീമുള്ള ബാഗ് വേണമെന്ന്. കാരണം സ്പൈഡർമാൻ്റെയും ക്യാപ്റ്റൻ അമേരിക്കയുടെ ഒക്കെ മോൻ എടുത്തായിരുന്നു. സെബക്കുട്ടന് ഒരുപാട് വർഷങ്ങളിലായിട്ട് സ്പൈഡർമാനും ക്യാപ്റ്റൻ അമേരിക്ക എല്ലാ അവരുടെ ആൺകുട്ടികളുടെ എല്ലാ കാർട്ടൂൺ ക്യാരക്ടേഴ്സും എടുത്തതാണ്. അതുകൊണ്ട് തന്നെ സെബക്കുട്ടൻ കഴിഞ്ഞ വർഷമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ എനിക്ക് ഈ വർഷം മുതൽ നമുക്ക് അമേരിക്ക ടൂറിസ്റ്റർ അങ്ങനെയുള്ള ബാഗുകൾ, സ്കൈ ബാഗ് അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം മതി, ഇനി പ്രിൻറ്റഡ് ബാഗ് വേണ്ടാന്ന്. ജോഫ്കുട്ടിന് പക്ഷേ പ്രിൻറ്റഡ് ബാഗ് വേണം. രണ്ടുപേരുടെ ഏജിൻ്റെ ഡിഫറൻസ് കൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ ബാഗൊക്കെ നോക്കി. അതുപോലെ തന്നെ ലഞ്ച് ബോക്സ് നോക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ കുറച്ച് മുകളിൽ കുറച്ച് ഡിസൈനൊക്കെ ഉണ്ടെങ്കിലും അകത്ത് സ്റ്റീലുള്ള മോഡൽ അത് മസ്റ്റായിട്ട് ഞാൻ സെബക്കുട്ടൻ LKG-യിലായിരിക്കുമ്പോൾ തുടങ്ങി അങ്ങനെ തന്നെയാണ് വാങ്ങുന്നത്. അപ്പോൾ അത് എല്ലാ കൊല്ലവും വാങ്ങാറില്ല. ഇങ്ങനെ നല്ലത് വാങ്ങിക്കുമ്പോൾ ഒത്തിരി വർഷം യൂസ് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോൾ മോന് LKG UKG ഒരെണ്ണം ഉപയോഗിച്ചു, മൂത്ത ആൾക്ക് സെബക്കുട്ടന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ മേടിച്ചതാണ് ഇതുവരെ ഉപയോഗിച്ചത്. പിന്നെ ഈ വർഷം ഒരെണ്ണം കൂടി മേടിക്കാമെന്ന് ഓർത്തിട്ടാണ്. ഫെയ്ഡായിട്ടൊന്നുമില്ല, ഒരു കേടുമില്ല, ഡാമേജ് ഒന്നുമില്ല, പക്ഷേ എന്നാലും പുതിയതൊരെണ്ണം മേടിക്കാമെന്ന് ഓർത്തു. അപ്പോൾ എനിക്ക് അതിൻ്റെ അടപ്പൊക്കെ മുകളിൽ പ്ലാസ്റ്റിക് തന്നെയായിട്ട് അതിൻ്റെ അകത്ത് സ്റ്റീൽ വരുന്ന മോഡൽ തന്നെ അടപ്പും അതിൻ്റെ മുകൾ വശവും കൂടി ഉള്ളത് നോക്കിയാണ് എടുക്കാൻ നോക്കിയത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നാണ് ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സും ഒക്കെ എടുത്തത്. അപ്പോൾ ഇവർക്കൊരു ഷോർട്ട് ബ്രേക്കും ലോങ് ബ്രേക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടും നമ്മളിപ്പോൾ ലഞ്ച് ബ്രേക്കിനുള്ള സാധനങ്ങളും ഷോർട്ട് ബ്രേക്കിൽ നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് പോലെ അങ്ങനെ എന്തെങ്കിലും, പിന്നെ അത് കൂടാണ്ട് വേറെ എന്തെങ്കിലും ഒരു സ്നാക്സും, അങ്ങനെ നമുക്കൊരു 3 ടിഫിൻ ബോക്സാണ് ഞാൻ കൊടുത്തു വിടാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ അവർക്ക് സ്കൂൾ ഐറ്റംസൊക്കെയാണിത്. ഒത്തിരി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പർച്ചേസൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ബിസ്മിയിലും പോയായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2-3 സ്ഥലത്തു നിന്നായിട്ടാണ് എല്ലാ ഐറ്റംസും എടുത്തത്. നോട്ട്ബുക്കൊക്കെ എനിക്ക് കുറച്ചും കൂടി ഓഫർ തോന്നിയത് നമുക്ക് എറണാകുളം ബ്രോഡ്വേയിലുള്ള ഷോപ്പുകളിലാണ്. പിന്നെ അതുപോലെ തന്നെ ബാഗും എനിക്ക് ഇവിടത്തേലും കുറച്ചും കൂടി സെയിം ബാഗ് തന്നെ കുറച്ചും കൂടി എനിക്ക് ഓഫറിൽ എറണാകുളം ബ്രോഡ്വേയിൽ നിന്ന് കിട്ടിയായിരുന്നു. പിന്നെ എനിക്ക് ടിഫിൻ ബോക്സ്, ലഞ്ച് ബോക്സൊക്കെ എനിക്ക് ഇവിടെ ആട്ടോ കുറച്ചും കൂടി എനിക്ക് ഓഫറിലൊക്കെ തോന്നിയത്. പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ ബിസ്മിയിൽ നിന്ന് എടുത്തു. എനിക്ക് വാട്ടർ ബോട്ടിലും അതുപോലെ തന്നെ ഇതുപോലത്തെയാണ് സെബക്കുട്ടൻ ഇത്തവണ എടുത്തത്. അവന് ഇനി സിപ്പറിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് ഫ്ലാസ്ക് മോഡലാണ്. ഇതിന് നല്ല 1700 സംതിങ് രൂപയാണ് ഓഫർ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ചൂടുവെള്ളം എടുത്താൽ ചൂടായിട്ട് തന്നെ 2 ദിവസം വരെ ഇരിക്കുന്ന മോഡലാണിത്. ഇത് ഞങ്ങൾ ഇതിന് മുന്നേ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷവും ജോഫ്കുട്ടിനും എടുത്തായിരുന്നു. അതുപോലെ തന്നെ സിപ്പറുള്ള മോഡൽ. അപ്പോൾ അവൻ്റെ ഇഷ്ടമുള്ള മോഡൽ ബാഗ് തന്നെ പറഞ്ഞ പോലെ തന്നെ മോട്ടു ആൻഡ് പത്ലുവിൽ എല്ലാം ഗ്രീൻ തീമിലാണ് എടുത്തത്. ഇത് ടിഫിൻ ബോക്സാണ്, അതും ഇതുപോലെ തന്നെ ഗ്രീൻ അടപ്പായിട്ട് എടുത്തു. ഇത് ലഞ്ച് ബോക്സാണ്, അതും അകത്തെല്ലാം സ്റ്റീൽ തന്നെയാണ് എടുത്തത്. അത് ഗ്രീൻ തന്നെ. അപ്പോൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് അവർക്കും ഇത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് മുകൾ ഭാഗത്തൊരു പ്രിൻ്റൊക്കെ ഉള്ളത് എടുത്തത്. ഇതതുപോലെ തന്നെ സിപ്പറുള്ള വാട്ടർ ബോട്ടിലാണ്, അതും അകത്ത് സ്റ്റീലുള്ള മോഡലാണ്. അത് പ്രത്യേകം നോക്കിയെടുത്താൽ നല്ലതായിരിക്കും. നമ്മൾ ചൂടുള്ള വെള്ളം കൊടുത്തില്ലെങ്കിൽ തന്നെയും അങ്ങനെ തന്നെ നോക്കിയെടുത്താൽ പ്ലാസ്റ്റിക് മാക്സിമം കുറച്ചാൽ നല്ലതായിരിക്കും. ഞാൻ ഒത്തിരി നോക്കിയിട്ടാണ് സിപ്പറുള്ള മോഡൽ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിൽ എനിക്ക് കിട്ടിയത്. എല്ലായിടത്തും ബോട്ടിൽ ടൈപ്പാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സെബക്കുട്ടൻ്റെ സമയത്തും ഞാൻ ഇതുപോലെ തന്നെ നോക്കിയെടുത്തായിരുന്നു. ഒത്തിരി നാൾ യൂസ് ചെയ്തായിരുന്നു. ആ സിപ്പറിൻ്റെ അവിടെയും ഒന്നും കംപ്ലൈൻ്റ് ആവില്ല. കുറച്ച് റേറ്റ് ഉണ്ട് ഇങ്ങനത്തെ ഇതിന്. കാരണം അകത്ത് സാധാരണ ഇങ്ങനെ വരുമ്പോൾ പ്ലാസ്റ്റിക് ആയിരിക്കുമല്ലോ വരിക. അപ്പോൾ നമ്മൾ സ്റ്റീൽ തപ്പി തന്നെ പോയി കുറേ കടകൾ. അങ്ങനെയാണ് എനിക്ക് വാട്ടർ ബോട്ടിൽ എനിക്ക് ബിസ്മിയിൽ നിന്നാണ് കിട്ടിയത്. ലഞ്ച് ബോക്സ് ടിഫിൻ ബോക്സും ഒക്കെ കിട്ടിയത്
ലുലുവിൽ നിന്നാണ്. അതിനുശേഷം പിന്നെ നമ്മൾ അട്ടയിടുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അത് ബുക്കിൻ്റെ കവറിങ് അതൊരു ഇതാണല്ലോ. അപ്പോൾ ഇത് രണ്ടുപേരുടെയും ബുക്ക് കവർ ചെയ്തു, മൊത്തത്തിലിരുന്ന് മൊത്തം കവർ ചെയ്യുന്ന വീഡിയോസാണ് കണ്ടത്. പിന്നെ നമ്മൾ ചെയ്തത് എല്ലാ ബുക്കും എല്ലാം കൊണ്ട് യൂണിഫോമൊക്കെ ഇട്ട് മക്കളെ കൊണ്ട് പള്ളിയിൽ വന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് മോർണിംഗ് ഒരു 6:30 തന്നെ പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ തലേന്ന് ഈവനിങ് ആണ് പള്ളിയിൽ വന്നത്. പള്ളിയിൽ വന്ന് രണ്ടുപേരെയും കൊണ്ട് സമർപ്പണമൊക്കെ നടത്തി. ആദ്യം തന്നെ ഈ വർഷത്തേക്കുള്ള എല്ലാ അനുഗ്രഹം ഈശോയോട് ചോദിച്ചു, ഈശോയോട് കാഴ്ചവെച്ചു. ബുക്കുകളും എല്ലാം ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ചതിന് ശേഷമാണ് ഈ വർഷത്തെ നമ്മൾ അധ്യയന വർഷം ആരംഭിക്കുന്നത്. എല്ലാ വർഷവും ഇതുപോലെ തന്നെയാണ്. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ഈ നമസ്തേ വണ്ടർലാൻഡിലുണ്ട്. അപ്പോൾ ആ ഒരു ഇതെന്ന് വെച്ചാൽ അത് നല്ലൊരു തുടക്കമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ ഒരു അനുഗ്രഹം കുഞ്ഞുങ്ങൾക്ക് ആ ഒരു വർഷം മുഴുവനായിട്ടും യാതൊരു അബദ്ധവും ഇല്ലാതെ മക്കളെ കാത്തു പരിപാലിക്കുന്ന ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. നമ്മളപ്പോൾ കുർബാനയ്ക്ക് ശേഷമാണ് ഇത് ചെയ്തത്. അപ്പോൾ പിറ്റേന്ന് മോർണിംഗ് വരാൻ പറ്റില്ല, പിറ്റേന്നും ഈവനിങ് ഞങ്ങൾ വന്നു. പോകുന്നതിന് മുന്നേ പിന്നെ ഇവർക്ക് ബുക്സൊക്കെ അവിടെ വെക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് തലേന്ന് തന്നെ വന്നിട്ട് എല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ച് ആ തിരുനടയിൽ വെച്ച് സമർപ്പിക്കുന്നതാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ എല്ലാ ബുക്സുമായിട്ടാണ് വരുന്നത്. അത് മക്കൾക്കും ഒരു വലിയൊരു ഓർമ്മയാണത്. അതുപോലെ തന്നെ ഇത് ക്ലാസ് തുടങ്ങുന്നത് പോലെ തന്നെ ക്ലാസ് അവസാനിക്കുന്ന ദിവസവും, അതായത് മാർച്ച് 31 ഞാൻ ഇവിടെ കൊണ്ടുവന്ന് എന്നാണോ രണ്ടുപേരുടെയും ക്ലാസ് അടയ്ക്കുന്നത് ആ ദിവസം ഇവിടെ കൊണ്ടുവന്ന് നന്ദി പറയും ആ ഒരു വർഷം അവരെ കാത്തു പരിപാലിച്ചതിന്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് ക്ലിപ്സൊക്കെയാണ്. പിന്നെ 2 പേർക്ക് 2 ദിവസമാണ് ക്ലാസ് തുടങ്ങിയത്. സബക്കുട്ടന് ജൂൺ 3 തിങ്കളാഴ്ച തുടങ്ങി. അപ്പോൾ അതിൻ്റെ കുറച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥന എത്തിച്ച് കുരിശ് വരപ്പിച്ചാണ് എല്ലാ ദിവസവും പോകുന്നതെങ്കിലും ആദ്യത്തെ ദിവസം കുറച്ച് കൂടുതൽ പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാവരും അപ്പാപ്പൻ്റെ അമ്മാവിൻ്റെ അനുഗ്രഹം മേടിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പാപ്പനൊക്കെ എണീറ്റ് വരുന്നതിന് തൊട്ട് മുന്നാണ് 6:30 6:45 ഒരു ടൈമാണിത്. അതുപോലെ തന്നെ തൊട്ട് പിന്നത്തെ ദിവസമാണ് ജോഫ് കുട്ടിന് തുടങ്ങിയത്. അപ്പോൾ ജോഫ് കുട്ടിനെ പ്രാർത്ഥിച്ചു വിടുന്ന ആ ഒരു വീഡിയോസാണിത്. എല്ലാം അവിടെ ഇവിടേക്ക് 3 ക്ലിപ്സാണ് കിട്ടിയിട്ടുള്ളത്. കാരണം ജോഫ് കുട്ടൻ പിടിച്ച കുറച്ചും